greetings to all of you in the precious name of our Lord and Savior Jesus Christ. കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാവം 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ 45 വാക്യമാണ്. 1 Corinthians chapter 15 verse 45. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി. I read again. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇവിടെ 2 ആദാമിനെക്കുറിച്ച് കേൾക്കുന്നു, അല്ലെ 2 മനുഷ്യർ. ഇവരെക്കുറിച്ചുള്ള താരതമ്യ പഠനവും അവർ തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ അല്പമായി നമുക്കൊന്നായി ചിന്തിക്കാം. ഒന്നാം മനുഷ്യനായ ആദാം, ആർക്കും സംശയമില്ല, ഒരമ്മയില്ലാതെ ജനിച്ച ഒരു മനുഷ്യനാണ്, ഉണ്ടായ മനുഷ്യനാണ് ആദാം. അമ്മയില്ലാതെ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റർ ആഡമാണ്. ദൈവം സൃഷ്ടിച്ചു ഒരു സ്ത്രീയെ കൂടാതെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒടുക്കത്തെ ആദാം അല്ലെങ്കിൽ ലാസ്റ്റ് മേൻ എന്ന് പറയുന്നു. ഒടുക്കത്തെ ആദാമിനൊരു അമ്മയുണ്ട്, മേരി. നമുക്കറിയാം കർത്താവായ യേശുവിൻ്റെ അമ്മ മറിയം. ആദമിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഒന്നാം മനുഷ്യൻ്റെ സൃഷ്ടി മണ്ണിൽ നിന്നാണ്. അവൻ മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം അവനിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഒരു ജീവനുള്ള ദേഹിയായി, ഒരാത്മീയ വ്യക്തിയായി നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം എന്നറിയപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ ശ്വാസം ദൈവാത്മാവാണ്. ന്യൂമറ്റോളജി എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന് പറയുന്നതാണ് ന്യൂമറ്റോളജി. ന്യൂമോ എന്ന് പറഞ്ഞാൽ ശ്വാസം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഈ 1 കൊരിന്ത്യർ 15:45 നാം വായിച്ചത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് രക്ഷിതാവും കർത്താവുമായി നാം അവനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തി ജീവിക്കേണ്ടത് ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശ്വാസം നമ്മിൽ കുടികൊള്ളുന്ന ആത്മനിയോഗത്താൽ നയിക്കപ്പെടണം. 46 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവൻ്റെ അവസ്ഥ പ്രാകൃതമായ അവസ്ഥയാണ്. അവൻ എത്ര സഭ്യനായിരുന്നാലും അവനിലൊരു പ്രാകൃതമായ സ്വഭാവം ഉൾക്കൊള്ളുന്നു. പ്രൈസ് ഗോഡ്. കടിയും പട്ടിക്ക് കടിക്കാൻ ചാൻസ് കിട്ടിയാൽ കടിക്കും, എന്നാൽ അതിൻ്റെ വായൊക്കെ പൂട്ടിയിട്ടാൽ കടിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ പാപി എപ്പോഴും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വന്നാൽ അവൻ ആത്മീയമായ ഗൈഡൻസിൽ നിലനിൽക്കുവാൻ ഇടയാകും. എന്നിട്ട് 47 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാമത്തെ മനുഷ്യനെന്ന് നമ്മൾ പറയുന്ന, അല്ലെ ഒടുക്കത്തെ ആദാമെന്ന് നമ്മൾ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്നോ മണ്ണിൽ നിന്നോ ഉരുവായവനായല്ല, പിന്നെയോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഒരു പുരുഷനെ കൂടാതെ ജന്മമെടുത്തവനാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ ഒരു സ്ത്രീയെ കൂടാതെ ഉളവായി എങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ ഒരു പുരുഷനെ കൂടാതെ ഉളവായി. സ്തോത്രം. ആദ്യത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നും എടുക്കപ്പെട്ടവനും ഭൂമിയിൽ നിന്ന് ഉദയം ചെയ്തവനെങ്കിലും രണ്ടാമത്തെ മനുഷ്യനായ യേശു സ്വർഗത്തിൽ നിന്ന് ഒരു പുരുഷനെ കൂടാതെ ഒരു സ്ത്രീയിൽ നിന്ന് ഉടലെടുക്കുന്നു. ആ പ്രവചനം നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുരുഷനെ കൂടാതെയുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്.
ആ പ്രവചനം നിറവേറുന്നത് കർത്താവായ യേശു ക്രിസ്തു മറിയയിലൂടെ ഉടലെടുക്കുന്നതിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ള ആത്മാരൂപി. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് മാൻ ആഡം ഈസ് മെയ്ഡ് ഫ്രം ഡസ്റ്റ് ടു ബിക്കം എ ലിവിങ് സോൾ ബിക്കോസ് ഓഫ് ദ ബ്രത്ത് ഓഫ് ഗോഡ്. രണ്ടാമത് യേശുവിനെ കുറിച്ച് പറയുന്നത്, ഹി കെയിം ഡൗൺ ഫ്രം ഹെവൻ, ഹി ഈസ് ദ ലൈഫ് ഗിവിങ് സ്പിരിറ്റ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ഈ രണ്ട് പുരുഷന്മാരെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, യേശുവിനെക്കുറിച്ചും ആദമിനെക്കുറിച്ചും. ആദമിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഹീ ഈസ് ദ ഹെഡ് ഓഫ് ഓൾ മാൻകൈൻഡ്, ഹീ ഈസ് ദ ഹെഡ് ഓഫ് ഓൾ ക്രിയേഷൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവായ യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ഹീ ഈസ് ദ ഹെഡ് ഓഫ് ഓൾ ന്യൂ ക്രിയേഷൻ. പുതു സൃഷ്ടിയിലേക്ക് വരുന്ന മനുഷ്യരുടെ എല്ലാം തലയാണ് ക്രിസ്തു. എന്ന് പറഞ്ഞാൽ സഭയുടെ തലയാണ് കർത്താവായ യേശു ക്രിസ്തു. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5:17 അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ഒരു ന്യൂ ക്രിയേഷനിലേക്ക്, ഒരു പുതുജനനത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥയാണ്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഒരു സമൂഹമാണ്, ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. സ്തോത്രം. ഹല്ലേലൂയ. It says like this in English, therefore if any man be in Christ, he is a new creature. All things are passed away, behold, all things are become new. പുതുജനനത്തിലൂടെ പുതിയ ഒരവസ്ഥയിലേക്ക്, അഥവാ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു എന്ന് നമ്മൾ കാണുന്നു. പിന്നീട് ഈ രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദാമിലുണ്ടായിരുന്ന സ്വഭാവം ഡിസൊബീഡിയൻസ് ആണ്, ഹ്യൂമനിസമാണ്, ഞാൻ സ്വയം എൻ്റേത് എന്നുള്ള ആ വിചാരം. അതിൽ നിന്ന് ഉടലെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാപം, മരണം, കണ്ടംനേഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്നുള്ള തിരസ്കരണം, മരണം, പാപം എന്നീ 3 കാര്യങ്ങൾ ആദമിൻ്റെ സെൽഫ് സ്റ്റബേൺ വില്ലിൽ നിന്നുള്ളവായി. അതാണ് സാക്ഷാൽ ഹ്യൂമനിസം എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അതിൽ നിന്നാണ് മനുഷ്യൻ്റെ സ്വയം ഞാൻ, ഹ്യൂമനിസം, ഞാനെന്നുള്ള ഭാവം, അഹന്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേക്കുറിച്ച് റോമാലേഖനം 5:12 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, അങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പം ഏക മനുഷ്യനായ ആദ്യത്തെ മനുഷ്യനായ ആദാമിൻ്റെ സെൽഫ് വില്ലോട് കൂടിയ അഹങ്കാരം അല്ലെങ്കിൽ ഞാനെന്ന ഭാവത്താൽ ഉളവായ പാപത്താൽ സകല മനുഷ്യരും പാപത്തിലും ശാപത്തിലും മരണത്തിലും വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിൻ്റെ റോമാലേഖനം 5:16-18 ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഏകൻ്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. എന്ന് പറഞ്ഞാൽ ഏകൻ്റെ പാപത്താൽ, ആദാമിൻ്റെ പാപത്താൽ സകല മനുഷ്യരും പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ നീതിയാൽ, ആ ഏകനെന്നോട് ഉദ്ദേശിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്, അവൻ്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. അപ്പം നമുക്ക് നീതി ലഭിക്കുന്നത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതോടുകൂടിയാണ്. നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട്, മദ്യപിക്കാതെ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒന്നും എടുക്കാതെ മര്യാദക്കാരായി ജീവിക്കുന്ന എത്രയോ നല്ല മനുഷ്യർ ലോകത്തിലുണ്ട്. അവർക്ക് പക്ഷേ യേശുവില്ല, അവർ ചിലപ്പോൾ നിരീശ്വരന്മാരാകാം. എന്നാൽ അവരിൽ നമ്മൾ ഈ കാണുന്ന വലിയ മേജർ ഇഷ്യൂസ് ഒന്നും കാണില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം അവർ സ്വർഗത്തിൽ പോകുന്നല്ല. അവർക്ക് നീതീകരണം ലഭിക്കണമെങ്കിൽ അവരിലുമുണ്ട് പാപം. ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച നീതീകരണം ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകൻ്റെ നീതിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുകയോ നീതീകരണം പ്രാപിക്കുകയോ ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ കണ്ടു, ആദാമിൻ്റെ പാപത്താൽ ആദാമിൻ്റെ ഡിസൊബീഡിയൻസിനാൽ ഉണ്ടായത് പാപമുണ്ട്, മരണം വന്നു, കണ്ടംനേഷൻ അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്നുള്ള അകൽച്ചയുണ്ടായി.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുകയും അതിനെ നാം ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകത എന്താണ്? നമുക്ക് നീതീകരണം അഥവാ റൈറ്റ്യസ്നെസ് ലഭിക്കുന്നു, നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു, നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ലഭിക്കുന്നു. ഹല്ലേലൂയ, നീതീകരണം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വ്യക്തമായി പല തൻ്റെ എഴുത്തുകളിലും അത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് റോമലേഖനം 5:19 ഇങ്ങനെ വായിക്കുന്നു: ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ, അതായത് ആദാമിൻ്റെ അനുസരണക്കേടിനാൽ അനേകർ അഥവാ എല്ലാവരും പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രൈസ് ദി ലോർഡ്. It is said in English like this: for as by one man's disobedience many were become sinners, so by the obedience of one shall many be made righteous. ഒരാളിൻ്റെ നീതി, യേശുവിൻ്റെ നീതിയെ നാം ആക്സെപ്റ്റ് ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനും ശരീരത്തിലിരിക്കുമ്പോൾ വേദനയുണ്ട്, മരിക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായി കാണും ആ ക്രൂശിനോട് അടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഗെത്സമനയിൽ നിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ആ വരാനിരിക്കുന്ന കാരിരുമ്പ് ആണി എങ്ങനെയാ ക്രൂശീകരണം എന്നൊക്കെ യേശുവിനെ ആരും പഠിപ്പിക്കേണ്ട, യേശു അത് കണ്ടിട്ടുള്ള ആളാണ്. ഇസ്രയേലിൽ അനേക ആളുകൾ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മരണമൊക്കെ ഒരുപക്ഷെ യേശു കണ്ടു കാണും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരും വിവരിക്കേണ്ട, അത് ആണി, കാരിരുമ്പാണി, ഏതാണ്ട് 9 ഇഞ്ചോളം നീളമുള്ള ആണി റോമാക്കാർ പ്രത്യേകം ഉണ്ടാക്കി. ഷാർപ്പായിട്ടുള്ള ആണി റിസ്റ്റിൻ്റെ ഈ ഭാഗത്തൂടെ തറച്ച് രക്തം ചിതറും. അതുപോലെ കാലിൻ്റെ 2 ആങ്കിളും കൂടെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് അതിലൂടെ ആണി തറയ്ക്കും. അങ്ങനെ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു അനുഭവമാണ് ക്രൂശ് മരണത്തിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ അതൊക്കെ കണ്ടതുകൊണ്ടും അതിൽ മാത്രമല്ല, ഞാനെപ്പോഴും എംഫസിസ് കൊടുക്കുന്ന വേറൊരു കാര്യത്തിനാണ്, ഒരു ആത്മീയ അവസ്ഥയ്ക്കാണ്. ഇതൊരു ഭൗമിക അവസ്ഥയാണ്. ഇരുമ്പാണികൾ ശരീരത്തിൽ കയറുക, ക്രൂശോട് ചേർന്ന് തറയ്ക്കപ്പെടുക, മരിക്കുക എന്നുള്ളത്. എന്നാൽ അതൊരു ഉപരി ഒരു സാധാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര മാത്രമേ ഉള്ളൂ ആ ശാരീരികമായ വ്യഥ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിക്കേണ്ടത് എന്താണ്? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് യേശു. അതുകൊണ്ട് യേശു മറിക്കപ്പെടാൻ, വിധിക്കപ്പെടാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിനെ ആർക്കും താൻ മനസ്സ് വെക്കുന്നില്ലെങ്കിൽ കൊല്ലാൻ സാധ്യമല്ല എന്ന് ചുരുക്കം. ആ യേശു മാനവരാശിയുടെ പാപത്തെ തന്നിലേക്ക് ആവഹിച്ച് തന്നിലാക്കിയെങ്കിൽ മാത്രമേ തനിക്ക് ക്രൂശിൽ മരിക്കുവാൻ അല്ലെങ്കിൽ ഇടയാകുകയുള്ളൂ. അപ്പോൾ ഈ കാസ, ഈ പാനപാത്രമെങ്കിൽ നിന്നൊഴിഞ്ഞു പോകണമേ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപമാകുന്ന ഈ പീയൂഷം എങ്കിൽ നിന്നൊഴിഞ്ഞു പോകണമേ. ഈ കപ്പ് 3 പ്രാവശ്യം അപേക്ഷിച്ചു, അല്ലാതെ വേറൊരു വഴിയുമില്ല. അപ്പോൾ യേശു പറഞ്ഞ എന്താണ്? അവിടുത്തെ ഹിതം ഭവിക്കട്ടെ. അപ്പോൾ ആദം ദൈവത്തെ ഡിസൊബീഡിയൻ്റ് ചെയ്തെങ്കിൽ മനുഷ്യരൂപത്തിൽ വന്ന യേശു ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് മരണത്തിനേൽപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഒന്നാം മനുഷ്യനായ ആദാമും ഒടുക്കത്തെ ആദാമുമായ യേശുവും തമ്മിലുള്ള വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. ആദമിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആദമിൽ ഒരു സിൻഫുൾ നേച്ചറുണ്ട്. ആ പാപം സകല മനുഷ്യരിലുമുണ്ട്. പാപം ചെയ്യാനുള്ള വ്യഗ്രത എല്ലാ മനുഷ്യരിലുമുണ്ട്. അത് മനുഷ്യന് നേടിക്കൊടുത്തത് എന്തൊക്കെയാണ്? മരണം, ശാപം, സെപ്പറേഷൻ ഫ്രം ഗോഡ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്നുള്ള അന്യപ്പെടൽ, അതുപോലെ മരണം, അതുപോലെ ശാപം, ഇവയൊക്കെ അവനിലേക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ന്യൂ നേച്ചർ, ഒരു പുതിയ മനുഷ്യനായി നാം രൂപാന്തരപ്പെടുകയാണ്. എ റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. നമ്മൾ ദൈവവുമായിട്ട് അടുക്കുകയാണ്, പിതൃപുത്ര ബന്ധത്തിലേക്ക് വരികയാണ് ഒരാൾ രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിനെ പ്രാപിക്കുന്നതിലൂടെ. അതിൻ്റെ ഫലമായിട്ട് നിത്യജീവനെ ലഭിപ്പാൻ മനുഷ്യന് ഇടയായിത്തീരുന്നു. അതാണ് നമ്മളവിടെ കാണുന്ന വേറെ വ്യത്യാസം. ഹല്ലേലൂയ, സ്തോത്രം. വേറെ നമ്മൾ കാണുന്നത് ആദാമിൻ്റെ പാപം ലോകത്തെ മനുഷ്യരെ മുഴുവൻ ബാധിച്ചു. കാരണം ഇപ്പോൾ ഈ DNA ടെസ്റ്റൊക്കെ എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് അറിയാം, ഒരാളുടെ DNA അവൻ്റെ അപ്പനിലുണ്ട് സെയിം ആയിരിക്കും, അവൻ്റെ വല്യപ്പനിൽ അതായത് സെയിം ആയിരിക്കും. DNA ടെസ്റ്റിലൂടെ അറിയുന്നു.
നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആദാമിൻ്റെ ആ DNA എല്ലാ വ്യക്തികളിലേക്കും വന്നതുകൊണ്ട് ലോകത്തിലുള്ള സകല മാനവരാശിയും പാപികളായിത്തീർന്നു. ആ പാപത്തിൻ്റെ DNA എല്ലാ മനുഷ്യരിലും ഉണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗം സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരാർത്ഥമാണെങ്കിൽ പോലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. വിശ്വസിച്ച് അതിനെ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 അത് വ്യക്തമായി കർത്താവ് പറഞ്ഞു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും, വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുന്നവന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആദാമ്യ സ്വഭാവം മനുഷ്യരിലുണ്ട്. രക്ഷിക്കപ്പെട്ടവരിലും രക്ഷിക്കപ്പെടാത്തവരിലും ആദാമ്യ സ്വഭാവമുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ഗൈഡൻസിൽ പോകാനുള്ള പ്രേരകശക്തി അവനിലുണ്ടെങ്കിലും പാപം ചെയ്യാനുള്ള പ്രേരകശക്തിയും അവനുണ്ടാകാം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 2 കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമക്ഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ബി ക്ലൻസ്ഡ് ourselves from all filthiness of the flesh and the spirit, perfecting in holiness. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കുവാനൊരു തീരുമാനമെടുക്കണം. എനിക്ക് പാപം ചെയ്യണ്ട. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് പോലെ വിധിക്കുന്നു. എന്നാൽ ദൈവം വിധിക്കുന്നത് കാണുന്നത് പോലെയല്ല, ഹൃദയത്തെ ശോധന ചെയ്തിട്ടാണ് വിധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരന് അവനെല്ലാ മീറ്റിങ്ങിന് ലേറ്റായിട്ട് വരും. കാരണം എന്നാന്ന് ചോദിച്ചാൽ മീറ്റിംഗ് തുടങ്ങുന്ന സമയമാകുമ്പോഴേ അവൻ്റെ ജോലി കഴിയുള്ളൂ. ആ ജോലി കഴിഞ്ഞിട്ട് വേണം ഇദ്ദേഹത്തിന് നടന്ന് ഓടി ഈ മീറ്റിങ്ങിന് വരാൻ. പുള്ളി വേർത്ത് വിളിച്ച് ഓടിയാണ് ഈ മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റർ, പുള്ളി കേരളത്തിൽ നിന്ന് കടന്നു ചെന്ന ഒരു ഗസ്റ്റ് സ്പീക്കറാണ്. അദ്ദേഹം നോക്കിയപ്പോൾ 2 ദിവസം ഈ മനുഷ്യൻ ലേറ്റായിട്ടാണ് വരുന്നത്. കുറേ നേരം കഴിഞ്ഞ് പുള്ളി പ്രസംഗിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് വന്നത്. 3-ാമത്തെ ദിവസം അതുപോലെ വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതെന്തൊരു ഇടപാട്. ആ പാസ്റ്ററോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു പിന്മാറ്റക്കാരനാണെന്ന് തോന്നുന്നല്ലോ, എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളി കണ്ടതും വിധിച്ചതും പുറമേ ഉള്ളത് കണ്ടോണ്ടാണ്. ഈ മനുഷ്യൻ വേർത്ത് വിളിച്ച് ലേറ്റായിട്ട് വരുന്നു, അത് കണ്ടോണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം അറിയാവുന്ന ദൈവത്തിനേ ഉള്ളൂ. പുള്ളി എങ്ങനെയാണ് വന്നേ? ഈ 3 ദിവസവും ജോലി കഴിഞ്ഞ് ഓടിക്കതച്ച് പ്രസംഗം കേൾക്കാനുള്ള താല്പര്യത്തിൽ വന്നതാണ്. അപ്പോൾ അവൻ്റെ മനസ്സ് ദൈവത്തിനെ അറിയുള്ളൂ, പുറമേ നോക്കുന്ന ഒരു വ്യക്തിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ശൗമേൽ നോക്കുന്നത് ബാഹ്യമായ അവസ്ഥയിലാണ്. രൂപഗുണമുള്ള, കാഴ്ചയ്ക്ക് നല്ല സൗന്ദര്യമുള്ള യോദ്ധാവിനെ പോലിരിക്കുന്ന ആ ഇശായിയുടെ മൂത്ത പുത്രനെ കണ്ടപ്പോൾ വിചാരിച്ചു ഇവൻ തന്നെ രാജാവ്. അപ്പോൾ ദൈവം പറയുകയാണ്, അങ്ങനെയല്ല കുഞ്ഞേ ശൗമേലേ, നീ മനുഷ്യർ പുറമേ ഉള്ളത് കണ്ട് വിധിക്കുന്നു, ഞാൻ വിധിക്കുന്നത് അങ്ങനെയല്ല, ഉള്ളു കണ്ടുകൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജഡത്തിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അതേക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 3:6 ജഡത്തിൻ്റെ അശുദ്ധി പറയുന്നുണ്ട്. നാവ് ഒരു തീ തന്നെ. യാക്കോബ് പറയുക, നാവൊരു തീ തന്നെ, അത് ദേഹത്തെ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുന്നു, നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നാവ് കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങൾ ചെയ്യാം. നമുക്ക് തെറ്റിദ്ധരിച്ച് പലതും പറയാം, അതും ഇതുമൊക്കെ ചെയ്യാം. ഇത് നമ്മുടെ ആ നാവ് ഒരു വലിയ പാപം ചെയ്യുന്ന ഒരു ഉപകരണമാണ് എന്ന് ദൈവവചനം പറയുന്നു. ഒരു കൊച്ചവയവമാണ്, പക്ഷെ വലിയ തീ കൊളുത്തുവാൻ അതിന് കഴിവുണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഗലാത്യ ലേഖനം 5:19-21 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ അശുദ്ധിയുടെ ഒരു പട്ടിക പറയുന്നുണ്ട്. അത് ഇതൊക്കെയാണ്: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവയാണ് എന്ന് പറയുന്നത്. ഒരു ലിസ്റ്റ്, നീണ്ട ഒരു ലിസ്റ്റ് പറയുകയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ശക്തമായ
ഭാഷയിൽ പറയുന്നു. അപ്പോൾ അവിടെ പറയുന്ന ഒരു വലിയ നീണ്ട ഒരു പട്ടികയാണ്. ദുർനടപ്പ്, ഇമ്മോറൽ ആക്ടിവിറ്റീസാണ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, ശാഠ്യം, അസൂയ എന്ന് വേണ്ട വലിയ കുഴപ്പങ്ങളാണ് അവ സൃഷ്ടിക്കുന്നത്. ഈ പാപത്തെ കർത്താവ് കമ്പയർ ചെയ്തത് എന്താണെന്നറിയാമോ? പുളിച്ച മാവിനോടാണ്. നമ്മൾ ദോശയ്ക്കൊക്കെ അങ്ങോട്ട് മാവ് കലക്കി അല്ലെങ്കിൽ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ഈസ്റ്റ് ഇട്ടാൽ മതി. ആ പുളിച്ച മാവ് അതിനെ മുഴുവൻ, പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, കുഷ്ഠം അതുപോലെ, അത് പെട്ടെന്ന് പടരും. അപ്പോൾ അതിനെ പുളിച്ച മാവിനോടും കുഷ്ഠത്തോടുമാണ് ഈ പാപത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. പിണ്ടത്തെ മുഴുവൻ നശിപ്പിക്കും, അത് പടരും. അതുകൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്താൻ നാം അനുവദിക്കരുത് എന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ 2 പുത്രന്മാരെ കാണുന്നുണ്ട്, ഒരു അപ്പനി. അതിൽ ഇളയ പുത്രനെ കുറിച്ച് പറയുന്നത് ധൂർത്തപുത്രൻ. അവനൊരു പാപിയാണ്. അവനെ ജഡത്തിൻ്റെ കൺവെൻഷനെല്ലാം അവനിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പനെ വിട്ടു പോവുകയാണ്, ഉള്ളതെല്ലാം വിറ്റേച്ച് പോവുകയാണ്. എന്നാൽ ഈ മൂത്ത പുത്രനെ കുറിച്ച് കാണുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല. അപ്പം പറയുന്ന പോലെ നിൽക്കുന്നുണ്ട്, ആ അപ്പനെ അനുസരിച്ച് ജീവിക്കുന്നു, ദൂർത്തടിച്ചൊന്നും ചെയ്യുന്നില്ല, അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇളയം അങ്ങ് തിരിച്ചു വന്നപ്പോൾ യേശു കഥ പറയാൻ ഉദ്ദേശിച്ച ഇളയമുഖാൻ്റെ കാര്യം പറയാനല്ല. ആക്ച്വലി ഈ പരീക്ഷന്മാർക്ക് മറുപടി കൊടുക്കുക, അതിനൊരു ഉദാഹരണം കൊടുക്കുക. ഈ ഇളയപുത്രൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് അവന് വേണ്ടി ഒരു ഡിന്നർ അപ്പൻ ഒരുക്കിയപ്പോൾ മൂത്ത പുത്രന് ദേഷ്യം വന്നു, കോപം വന്നു, അസൂയ ഉണ്ടായി. എനിക്കൊരു ആടിനെ പോലും അപ്പം തന്നിട്ടില്ല, ഒരു കാളെ അറുത്ത് ഡിന്നർ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഇളയപുത്രനെ ധൂർത്തുപുത്രനെന്നും മുടിയനാം പുത്രനെന്നും ഒക്കെ നമ്മൾ വിളിക്കുമ്പോൾ മൂത്ത പുത്രൻ്റെ സ്വഭാവം എന്താണ്? പരീക്ഷ സ്വഭാവമാണ്. ഞാനൊന്നും ദോഷം ചെയ്യുന്നില്ല, പക്ഷെ അവനെന്തുണ്ട്? അവനൊരു അസൂയുണ്ട്, അവന് സന്തോഷമില്ല. ഈ ഇളയ മകൻ, ഈ ഇളയവൻ, അനിയൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവന് അസൂയുണ്ട്, പിതാവിനോടൊരു നന്ദികേടുമുണ്ട്. അവന് പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൂടെയാണ് അവൻ ആ വീട്ടിൽ താമസിക്കുന്നത്. അവൻ ഒന്നിൻ്റെയും കുറവില്ല. എങ്കിൽ പോലും ആ അപ്പനോടൊരു നന്ദികേടും ഒരസൂയ. അസൂയ എന്ന് പറഞ്ഞാൽ ജലസി, അൺതാങ്ക്ഫുൾനെസ്. ഈ 2 സ്വഭാവം ഈ മൂത്തുപുത്രനെ കാണുന്നു. അവനെ നല്ല പുത്രനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നെങ്കിലും കർത്താവ് ഉദ്ദേശിച്ചത് ഈ മൂത്തപുത്രനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനാണ്. അതെന്താണ്? നമ്മൾ കപടഭക്തിക്കാരാകരുത്. ഈ പരീക്ഷന്മാരെ പോലെ ഒരു പരീക്ഷ ഭക്തിയിൽ ഞാൻ വലിയ നീതിമാനാണെന്നുള്ള ഭാവത്തിൽ നാം നടക്കരുത്. ഒരു ബലഹീനൻ്റെ മടങ്ങിവരവിൽ നാം സന്തോഷിക്കണം എന്നൊക്കെയുള്ള പഠനമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. ദാവീദിനോടുള്ള സമീപനം. ശൗലിൻ്റെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് ശൗല്. അതിങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. അതേക്കുറിച്ച് നമ്മൾ കണ്ടിട്ട് 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജ്ജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിൻ്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. അപ്പോൾ ശൗലിനും അദ്ദേഹത്തിൻ്റെ പുത്രനായ യോനാഥാനും ഏറ്റവും ഇഷ്ടനാണ് ദാവീദ്. എന്ന് മാത്രമല്ല, മിലിറ്ററിയുടെ എല്ലാം ചുമതല ആരെ ഏൽപ്പിച്ചു? ദാവീദിനെ ഏൽപ്പിച്ചു. എന്നാൽ ഒരു കുഴപ്പമുണ്ടായി. അവിടെ കുറച്ച് പെണ്ണുങ്ങൾ നിന്നൊരു പാട്ട് പാടി. ആ പാട്ട് എങ്ങനെ അവരെ കൈയൊക്കെ അടിച്ച് താളത്തിന് പാടി. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഈ 10,000 1000 കേട്ട ആ വ്യത്യാസം കേട്ടപ്പോഴത്തേക്ക് ശൗലിന് എന്തുണ്ടായി? അസൂയുണ്ടായി. ശൗലിന് അസൂയുണ്ടായി. അദ്ദേഹം ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു.
എന്നിട്ട് 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, അനന്തരം ശൗൽ തൻ്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. ആ അസൂയയിൽ നിന്ന് നിത്യശത്രുവായി മാറുന്നു ആരെ? ദാവീദ്. അപ്പോൾ ആ അസൂയയ്ക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ അസൂയ എന്ന് പറയുന്ന കാര്യം കൊച്ചതല്ല, അതൊരു വലിയ പാവമാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇതാ ഒന്നും കാണില്ല. മദ്യപിക്കുന്നത് പോലോ ഡ്രഗ്സ് എടുക്കുന്നത് പോലോ അതുപോലെയുള്ള ആക്ഷനിലൊന്നും കാണുന്നില്ല. അത് ഉള്ളിൽ നടക്കുന്ന, അതാണ് ശരീരത്തിലെയും ആത്മാവിലെയും പാപങ്ങളെന്ന് പറയുന്നത്. ഇത് പുറമേ കാണുന്നതെന്നല്ല. ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 4:4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീൻ അതുകൊണ്ട് എന്തോ ഉണ്ടായി? കോപം ഉണ്ടായി. ആബേൽ ഒരു ദോഷവും ചെയ്തിട്ടല്ല കയീന് കോപം ഉണ്ടായത്. ദൈവം ഹാബേലിൽ പ്രസാദിച്ചു, എൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല. അവനത് കോപമുണ്ടായി, ദേഷ്യമുണ്ടായി എന്ന് നമ്മളവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ മനുഷ്യൻ്റെ സ്വഭാവം പാപമാണ്. ആ പാപ സ്വഭാവം മനുഷ്യനെ ദോഷത്തിലേക്കും പാപത്തിലേക്കും നയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു ദൈവ പൈതലായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായം 12 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, until his enemies become his footstool, he is sitting at the right hand side of the Father. പിതാവിൻ്റെ വലത്ത് ഭാഗത്തായി ഇരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എങ്ങനെ? For by one offering, one and the only offering, he hath perfected forever them that are sanctified. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ സദാകാലത്തേക്കും വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രണ്ട് മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിച്ചു, ആദമിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും. ആദമിലൂടെ സംഭവിച്ച എന്താണ്? ഈ ഓപ്പൺഡ് എ ഡോർ ടു സിൻ. പാപത്തിലേക്ക് നയിക്കുന്ന ഒരു വഴി അവൻ തുറന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന പാപത്തിലേക്കുള്ള വഴിയല്ല, ഈ ഓപ്പൺ ദ വേ ടു സാൽവേഷൻ. രക്ഷയ്ക്കൊരു വഴി കർത്താവ് തുറന്നു വന്നു. ആദമിലൂടെ എന്തുണ്ടായി? മനുഷ്യന് ശാരീരികമായ മരണമുണ്ടായി. ആത്മീയ മരണവും അതിൻ്റെ ഭാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്നത് എന്താണ്? നമുക്കൊരു ഉയർപ്പുണ്ട് എന്ന് മാത്രമല്ല, നമുക്കുള്ള ഒരു നിത്യജീവനെ കർത്താവ് ദാനം ചെയ്തു. ഈ വലിയ അനുഗ്രഹമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഒന്നാം മനുഷ്യനും രണ്ടാം മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ ആദാമും ഒടുക്കത്തെ ആദാമും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനം രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ലഭിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതേക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനം 3:17 പറയുന്നു, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കുന്നത് പാപത്തിൻ്റെ ലിസ്റ്റിലേക്ക് നോക്കി അത് ചെയ്യുകയല്ല. യാക്കോബിൻ്റെ ലേഖനം 3:17 ഇങ്ങനെ വായിക്കുന്നു, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ നിർമ്മലവും, ഇറ്റ് ഈസ് ക്ലീൻ, ഇറ്റ് ഈസ് പ്യുവർ, സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. 1 Corinthians 7:17 പൗലോസ് അപ്പോസ്തലൻ അതേക്കുറിച്ച് പറയുന്നത്, 1 Corinthians chapter 7 verse 17, Paul is saying, ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ പലരും ആത്മീയമായി ജീവിക്കുന്നവരാണ്. ഞാനുൾപ്പെടെ ആത്മീയമായി ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരും ഞാനും ഉൾപ്പെടെയുള്ളവർ. എന്നാൽ പലപ്പോഴും നമുക്ക് പല സംശയങ്ങളുണ്ടാകും. എന്നെ ആരും അറിയുന്നില്ല, നോബഡി നോസ് മീ, അല്ലെങ്കിൽ ആരും എന്നെ അംഗീകരിക്കുന്നില്ല. ഈ ചിന്തകളൊക്കെ ഉണ്ടാക്കാം, അല്ലേ? ന്യായമാ. നമ്മളെന്തോ സഹിച്ചാലും ആരും അത്
അറിയുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകാം. ഇത് സാധാരണയാണ്, വിശുദ്ധമായി ജീവിക്കുന്നവർക്കൊക്കെ തോന്നാവുന്ന ചിന്തകളാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 73 ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്? ആസാഫ്. ആസാഫ് നോക്കുമ്പോൾ ഈ ദൈവത്തെ സ്നേഹിക്കാതെ തോന്നിയവാസം നടക്കുന്നവരൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അവരുടെ കണ്ണ് നല്ല തെളിഞ്ഞിരിക്കുന്നു, അവർ നല്ല പുഷ്ടി പിടിച്ചിരിക്കുന്നു, അവർക്ക് അതുണ്ട് ഇതുണ്ട്, അവർക്ക് സാമ്പത്തികമുണ്ട്, ഭൗമികമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. എനിക്കിതൊന്നുമില്ല. പുള്ളിക്കൊരു പ്രയാസം ദൈവത്തോട് തന്നെ തോന്നി. ഒടുവിൽ അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നു. ഇതിൻ്റെ അന്തം എന്താകും? എനിക്ക് ഈ സഫറിങ്ങിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ ദൈവത്തെ അറിയാത്തവർക്കൊരു നന്മയ്ക്കും കുറവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 73-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം അവൻ്റെ ആഗ്രഹവും ലക്ഷ്യവും ഫോക്കസും ദൈവമാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ സംതൃപ്തി അവൻ ദൈവത്തിൽ കണ്ടെത്തി. അപ്പോൾ നമുക്ക് സംതൃപ്തി ലഭിക്കേണ്ടതും നമ്മുടെ ആശയും പ്രത്യാശയും വയ്ക്കേണ്ടതും കർത്താവായ ക്രിസ്തയേശുവിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് തൻ്റെ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ദൈവം പറയുകയാണ് മനുഷ്യനോട്, തന്നെ അനുഗമിക്കുന്നവരോട് പറയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. I will never leave you alone. I will never abandon you. My presence will be with you always. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം നമ്മളോട് വാഗ്ദത്തം നൽകുകയാണ്. അപ്പോൾ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ സ്വഭാവത്തിലൂടെ പാപവും ശാപവും മരണവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും ഉണ്ടായെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തയേശുവിലൂടെ നമുക്ക് ലഭിച്ചത് എന്താണ്? പാപത്തിൻ്റെ മോചനം, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം, നമുക്ക് നിത്യജീവൻ. നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഭൗമികമായുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഭൗമികമൊന്നും കിട്ടത്തില്ലെന്ന് അതിനർത്ഥമില്ല. നമ്മുടെ ഭക്തിക്കും ജീവനും ആവശ്യമാർന്നതൊക്കെ തരാൻ ദൈവത്തിന് കഴിവുണ്ട്, ദൈവം തരും. ദൈവവചനം ഇങ്ങനെ പറയുന്നത്, എൻ്റെ പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശാരീരികം, മാനസികം, നമ്മുടെ ഫൈനാൻഷ്യൽ, നമ്മുടെ എല്ലാ അവസ്ഥയെക്കുറിച്ചും കരുതലുള്ളവനാണ് കർത്താവ്. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. സ്വർഗത്തിൽ ചെന്നാൽ അവിടെയും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ വിഷയത്തിൽ മുന്നേറുവാൻ, ദൈവത്തിൽ ശരണപ്പെട്ട് ഭക്തിയിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും, സഹായിക്കും.